നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദിവ്യയെ തൊട്ടാൽ വെട്ടും എന്നുള്ള കൊലവിളിയാണ് കണ്ണൂർ CPM ഉയർത്തുന്നത്. ഇതോടുകൂടി പത്തനംതിട്ട CPMലെ എല്ലാവരും ജീവനും കൊണ്ട് ഓടിയിരിക്കുകയാണ്. ദിവ്യക്കെതിരെ ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള താക്കീത്. ഇതോടെ നവീൻ ബാബുവിന്റെ കുടുംബത്തെ പൂർണ്ണമായും പത്തനംതിട്ട CPM തള്ളിക്കളയുകയാണ്. CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം മലയാലപ്പുഴ മോഹനൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കാല് വാരിയിരുന്നല്ലോ. ഇപ്പോൾ വീണ്ടും ആ കുടുംബത്തിന് നേരെ ചതികളാണ് പത്തനംതിട്ട CPMൽ നിന്ന് തന്നെ വരുന്നത്. അതായത് അവരെ ഒരു തരത്തിലും ചേർത്ത് നിർത്താൻ പത്തനംതിട്ട CPM തയ്യാറാകുന്നില്ല. നവീൻ ബാബുവിന്റെ നീതിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ ഒരു ശബ്ദവും ഉയരുന്നില്ല. ആ കുടുംബം മാത്രമാണ് ഇപ്പോൾ ഈ പോരാട്ടത്തിൽ ഉള്ളത്. പത്തനംതിട്ട CPMന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കണ്ണൂരിൽ നിന്നും ഉയരുന്നത്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നും മികച്ച നേതാവായ PP ദിവ്യയെ സൈബർ ഇടത്തിൽ കടിച്ചു കീറാൻ ഇട്ടുകൊടുത്തത് പത്തനംതിട്ട CPM നേതൃത്വമാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയരുകയാണ്. പാർട്ടിയുടെ കാല് വാരിയത് പത്തനംതിട്ട CPM ആണ് എന്നാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന വാദങ്ങൾ. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയെന്ന് മുദ്രകുത്തി PP ദിവ്യയെ അഴിക്കുള്ളിലാക്കിയതും അവരെ സൈബർ ഇടത്തിൽ വേട്ടയാടാൻ ഇട്ടുകൊടുത്തതിന് പിന്നിലുമൊക്കെ പത്തനംതിട്ട CPM ഉണ്ട് എന്നാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കളുടെ ആരോപണങ്ങൾ. PP ദിവ്യയെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞില്ലേ. ഇരയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വേട്ടക്കാരെ സംരക്ഷിക്കുകയാണ്. നവീൻ ബാബു വിഷയത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ CPM നേതാക്കളിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾ, ദിവ്യയ്ക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങൾ, CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യങ്ങൾ പാർട്ടിയിൽ വിള്ളലുണ്ടായി എന്ന പ്രചാരണമാണ് ഉണ്ടാക്കിയത് എന്നുള്ള വിമർശനമാണ് കണ്ണൂരിൽ നിന്നും ഇപ്പോൾ ചില നേതാക്കൾ ഉയർത്തുന്നത്. പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് തുല്യമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ നേതാക്കളുടെ ആരോപണങ്ങളെന്ന വലിയ വിമർശനമാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തുന്നത്. പാർട്ടിയുടെ നെടുംതൂണായ PP ദിവ്യക്കെതിരെ ഒറ്റതിരിഞ്ഞ ആക്രമണം ചില ഭാഗത്തു നിന്നുണ്ടായി. ഇത് സംസ്ഥാന നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ണൂരിലെ നേതാക്കൾ ഉയർത്തുന്നത്. അതായത് മികച്ച നേതാവായ PP ദിവ്യയെ സംരക്ഷിക്കാൻ പത്തനംതിട്ട നേതൃത്വവും ഒപ്പം നിൽക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ണൂർ CPM പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നവീൻ ബാബു ആരാണ്? നവീൻ ബാബു CPMകാരനല്ലേ? നവീൻ ബാബുവിനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കൊലയ്ക്ക് കൊടുത്തത് നിങ്ങൾ തന്നെയാണല്ലോ. അതിന്റെ പ്രതിപട്ടികയിലുള്ള ആളാണ് PP ദിവ്യ. എന്നിട്ടും PP ദിവ്യയെ ചേർത്ത് നിർത്തുകയാണ് ഇപ്പോഴും CPM ചെയ്യുന്നത്. കണ്ണൂർ CPM ഇത്ര വലിയ വിമർശനങ്ങൾ ചൊരിഞ്ഞിട്ടും ഒരക്ഷരം തിരികെ പറയാതെ പത്തനംതിട്ടയിലെ CPMകാർ മിണ്ടാതിരിക്കുകയാണ്. ഭയം കൊണ്ടാണ് ഇവർ ഒരക്ഷരം മിണ്ടാത്തത്. ദിവ്യ ഉൾപ്പെട്ട കണ്ണൂർ ലോബിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ വീട്ടുമുറ്റത്ത് ഇന്നോവ എത്തുമെന്ന ഭയമാണ് പത്തനംതിട്ടയിലെ നേതാക്കന്മാർക്കുള്ളത്. നട്ടല്ലില്ലാത്ത കുറെ വർഗങ്ങളാണ് പത്തനംതിട്ടയിലുള്ളതെന്ന് ഇവർ തെളിയിക്കുകയാണ്. നവീൻ ബാബു വിഷയത്തിൽ മുഖ്യമന്ത്രി മിണ്ടാതിരുന്നതിനെ പത്തനംതിട്ടയിലെ CPMകാർ ചോദ്യം ചെയ്തുവെന്നും അത്തരത്തിലുള്ള സമീപനങ്ങൾ ഇനി ഒരിക്കൽ പോലും പാർട്ടിയിൽ നിന്നുണ്ടാകരുതെന്നും എല്ലാവരും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് താക്കീത് കിട്ടിയിരിക്കുന്നത്. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരാണ് പത്തനംതിട്ട CPMനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതേ MV ഗോവിന്ദൻ തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിലെത്തി ഞങ്ങൾ ഈ കുടുംബത്തിനൊപ്പമാണ്, നീതി കിട്ടുന്നതുവരെ പോരാടും എന്നൊക്കെ വെച്ചലക്കിയത്. പത്തനംതിട്ടയിലെ CPM കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് അകലുന്നുവെന്നും വിഭാഗീയ പ്രവർത്തനം ഇനി അനുവദിക്കില്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കെതിരെ പേര് വയ്ക്കാത്ത പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട്. ജീവഭയം കൊണ്ട് പേരുകൾ വയ്ക്കുന്നില്ല എന്ന് കത്തുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. അതായത് വിമർശിക്കാൻ ഒരു കൂട്ടർ തയ്യാറാകുമ്പോഴും അവർ പേര് പോലും വെക്കാതെയാണ് CPMനെതിരെയും PP ദിവ്യക്കെതിരെയും ഒക്കെ വിമർശനങ്ങൾ ചൊരിയുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു മന്ത്രി ഉണ്ടല്ലോ, വീണ ജോർജ് പോലും ഈ കാര്യത്തിൽ പിന്നീട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നവീൻ ബാബു മരിച്ച ദിവസം ആ വീട്ടിൽ പോയി പൂങ്കണ്ണീര് പൊഴിച്ചിട്ട് പോയതാണ്. പിന്നീട് അവരെ എവിടെയും കണ്ടിട്ടില്ല. നവീൻ ബാബുവിന് നീതി കിട്ടുന്നതിന് വേണ്ടി പോരാടുമെന്നൊക്കെ പറഞ്ഞത് ഇവരൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇവരുടെ ഒന്നും പൊടി പോലും ഇപ്പോൾ കാണാനില്ല.
കണ്ണൂർ ലോബി ഇവരുടെ എല്ലാം നാവിന് കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്. ഇവരാരും ദിവ്യക്കെതിരെ ഒരക്ഷരം മിണ്ടില്ല. കാരണം ദിവ്യ അത്രത്തോളം വലിയ ശക്തി കേന്ദ്രമാണെന്ന് ഇവർക്കൊക്കെ അറിയാം. പത്തനംതിട്ടയിലെ CPMകാരെ ഓർമ്മിപ്പിക്കാനുള്ളത്, നവീൻ ബാബുവിന് സംഭവിച്ചതുപോലെ ഇനിയും നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും ഇതൊക്കെ തന്നെ നടക്കാൻ പോകുന്നുള്ളൂ. കണ്ണൂർ ലോബി അത്ര ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ കയ്യിലാണ് അപ്രമാദിത്വം മുഴുവൻ. നിങ്ങളൊക്കെ വെറും ഏഴാംകൂലികൾ മാത്രമാണ്. എന്തു തന്നെ ഉണ്ടായാലും നിങ്ങൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഒരക്ഷരം ഈ പാർട്ടിയിൽ നിന്നും ആരും ഉയർത്തില്ല. ദിവ്യയെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ഇപ്പോൾ കണ്ണൂർ CPM. ഒരു തരത്തിലും ദിവ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താതിരിക്കാനുള്ള നീക്കമൊക്കെയാണ് അവർ നടത്തുന്നത്. മാത്രമല്ല, ദിവ്യക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഇടുന്നവർക്കെതിരെ, കമന്റുകളൊക്കെ രേഖപ്പെടുത്തുന്നവർക്കെതിരെ തിരിച്ച് അവരെ വെല്ലുവിളിക്കാൻ പോകേണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സൈബർ കൂട്ടത്തിന് ഇപ്പോൾ CPM കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അവർ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ വിഷയം കെട്ടടങ്ങണമെന്നത് തന്നെയാണ്. ഈ വിവാദം ഇനി ലൈം ലൈറ്റിൽ നിൽക്കരുത്. അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കും എന്നുള്ള ഭയം CPMനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദിവ്യയെ പുറത്തേക്കൊന്നും ഇറക്കാതെ, മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരെത്താതെ വളരെ വലിയ രീതിയിലുള്ള സംരക്ഷണമാണ് പാർട്ടി ഒരുക്കിയിരിക്കുന്നത്. മുൻപൊക്കെ എല്ലാ വേദികളിലും സജീവമായിരുന്നു PP ദിവ്യ. എന്നാൽ ഇന്നിപ്പോൾ അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും വളരെ ചുരുക്കമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കണ്ണൂരിൽ നിന്ന് പോലും ഉള്ള ചിലർ ദിവ്യക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ദിവ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നത്, മാധ്യമങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നത് ഈ ദിവ്യക്കെതിരെ നിൽക്കുന്ന ഒരു വിഭാഗം പുറത്തേക്ക് വിടുന്ന കാര്യങ്ങളാണ്. CBI എങ്ങാനും വന്ന് ദിവ്യയെ കുടഞ്ഞാൽ ദിവ്യ എല്ലാ സത്യങ്ങളും പുറത്തേക്ക് പറയും. ആ ഭയമാണിപ്പോൾ CPMനെ വേട്ടയാടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.